ഒരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പൊട്ടെ പമ്പം തങ്കി താട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പമ്പം തങ്കി താട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പൊട്ടെ പമ്പം തങ്കി താട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. കിളിയേ 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 മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ 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 മംഗളവാർത്ത. ഒരിക്കൽ ഗബ്രിയേൽ മാലാഖ നസറത്തിലെ കന്യകാമറിയത്തിന്റെ അടുക്കൽ വന്നു. മാലാഖ മറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം. മറിയം മാലാഖയോട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ, ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. മേലെ വാനിലെ മാലാഖമാർ ഈ മണ്ണിൽ വന്നു ഗാനം പാടുന്നു. ഈ മണ്ണിലെ രാജാക്കളും ആടുകൾക്കും ഇടയന്മാരും ഒരു മരമോളൊരു സ്വരമോളി സ്തുതികൾ
ഗബ്രിയേൽ ദൂതൻ തനിക്ക് നൽകിയ മംഗളവാർത്തയിൽ നിന്ന് കന്യകമറിയത്തിനു മനസ്സിലായി തന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപയോഹന്നാനെ ഗർഭം ധരിച്ചുവെന്ന്. തനിക്ക് ലഭിച്ച അത്യുന്നത സ്ഥാനം വിസ്മരിച്ചുകൊണ്ട് അവൾ എലിസബത്തിനെ സന്ദർശിക്കുവാൻ പോയി. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ള സ്തോത്രഗാനം പാടി. അന്നൊരു നാൾ ബെത്ലഹേമിൽ ഉണ്ണി പിറന്നു, വന്നൊരിച്ചു താരകങ്ങൾ മിന്നി നിരന്നു. പാരിലാകെ പ്രഭ ചൊരിഞ്ഞു, കണ്ണു നിറഞ്ഞു, ആമോദത്തിൻ ഗീതം പാടി സ്തുതിച്ചു. യേശു പിറന്നു, ഉണ്ണി യേശു പിറന്നു, പുൽക്കൂട്ടിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. യേശു പിറന്നു, ഉണ്ണി യേശു പിറന്നു, പുൽക്കൂട്ടിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. ഈശോയുടെ ജനനം. ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അങ്ങനെ ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പിലൂടെയും അമ്മയായ മറിയത്തിലൂടെയും ദൈവം നമുക്കായി ഒരു രക്ഷകനെ അയച്ചു. നല്ലോളം അത് വന്നോളം